നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ്. ഈ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങളെ ഭഗവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതിനാൽ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു ശബ്ദമായി, സന്ദേശമായി ഇതിനെ അർത്ഥമാക്കാം. വളരെയധികം കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ, ചില ഉത്തരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ശൂന്യത അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഒരു ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും പുറമേ ശാന്തമാണ് എന്നൊരു ചിന്ത ഉണ്ട് എങ്കിൽ പോലും പല കാര്യങ്ങളിലും നിങ്ങളുടെ മനസ്സ് അശാന്തമാണ് എന്നുള്ളതാണ് വാസ്തവം. ആശയക്കുഴപ്പങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എപ്രകാരം പ്രവർത്തിക്കണം, എത്തരത്തിൽ മുന്നോട്ട് പോകണം എന്ന് പോലും അറിയുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. നിങ്ങൾ ഒരു ഇരുണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പലപ്പോഴും നടക്കുന്നില്ല എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്ത വിധം പല ചോദ്യങ്ങളും മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്ന വ്യക്തികളാണ്. പല കാര്യങ്ങളും അല്ലെങ്കിൽ ചോദ്യങ്ങളും കണ്ണുനീരിൽ അവസാനിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും കൈവിട്ടു പോയതായ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയേണ്ടതായ സത്യങ്ങളായി ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ, ശൂന്യത, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നതായ പരാജയങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ ഒരു തുടക്കമായി തന്നെ പരാമർശിക്കാം. അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു. അതിനു മുന്നോടിയായി നിങ്ങൾ അനുഭവിച്ച വിഷമകരമായ സാഹചര്യമായി തന്നെ ഇത്തരം കാര്യങ്ങളെ പരാമർശിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മനോഹരമായ ഒരു തുടക്കം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ നിശബ്ദമായി ഇരുന്നിരുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഉൾവലിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുവാനും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒരു മിഥ്യാബോധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സത്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമോ ആത്മീയപരമായ കാര്യങ്ങളിൽ ചില വിഷമകരമായ സാഹചര്യങ്ങളോ നേരിട്ടിരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ദിവസങ്ങൾ വെറും ദിവസങ്ങളായി പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ, ഊർജത്തിൽ, നിങ്ങളുടെ പ്രാണനിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റം, അതിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത് എന്ന് അർത്ഥമാക്കാം. ചില ശീലങ്ങൾ അത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിനോടുള്ള ആ ആസക്തി, ഭ്രമം കുറഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകുവാൻ താല്പര്യം ഉണ്ടാകണം എന്നില്ല. ചില വ്യക്തികളിൽ നിന്നും അകന്നു നിൽക്കണം എന്നോ
ചില കാര്യങ്ങളിൽ നിന്നും അല്പം പിന്നോക്കം പോകണം എന്നോ തോന്നിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. പല കാര്യങ്ങളും മുൻപേ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന, നിങ്ങളെ ആകർഷിച്ചിരുന്ന ചില കാര്യങ്ങളോട് ഈ സമയം നിങ്ങൾക്ക് താല്പര്യം കുറഞ്ഞിരിക്കുന്നതായ സാഹചര്യം പോലും ഉണ്ടാകാം എന്നുള്ളതാണ്. പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ആഴത്തിൽ അത്രമേൽ ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ചിന്തിക്കുവാനും അല്ലെങ്കിൽ വ്യക്തതയോടെ പൂർണ്ണതയോടെ ചിന്തിക്കുവാനും ചില കാര്യങ്ങളെ നിങ്ങൾക്ക് മാച്ചു കളയുവാനും സാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രകാശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും ചില കാര്യങ്ങളെ, തെറ്റായ കാര്യങ്ങളെ വിച്ഛേദിച്ച് പ്രകാശത്തിന് തടസ്സമായി നിൽക്കുന്ന അത്തരം കാര്യങ്ങളിൽ നിന്നും ഒരു മുക്തി ലഭിക്കാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു സഹായം ആവശ്യമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ സാഹചര്യങ്ങളിലെല്ലാം തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു തടസ്സം സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വലിയൊരു മാറ്റം കടന്നു വരാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒരു തെറ്റിദ്ധാരണ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ദിവസം ഭാഗ്യം കടന്നു വരും എന്നല്ല, നിങ്ങളുടെ ശ്രമങ്ങൾ പലതും വിജയത്തിലേക്ക് എത്തുകയും ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പ്രകടമായ മാറ്റം അനുഭവഭേദ്യമാകും എന്നുള്ളതാണ്. പല കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനും ശാശ്വതമായ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാനും സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പുതിയൊരു അവസരം രൂപപ്പെടുകയാണ് എന്നുള്ളതാണ്. ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുന്നതായ സാഹചര്യമുണ്ട്. നിശബ്ദമായി തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും പൂർണ്ണമായും ഗ്രഹിക്കുവാൻ സാധിക്കാത്തതായ കാര്യങ്ങളുണ്ട് എങ്കിൽ അത് ഗ്രഹിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യവും നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതും ക്ഷമ തന്നെയാണ്. കൃത്യമായി പറയുകയാണ് എങ്കിൽ ക്ഷമയോടെ ഇരിക്കേണ്ടതായ സമയമാണ്. നിങ്ങൾക്കുള്ള സമയം അടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല അനുകൂല കാര്യങ്ങളും മുഴങ്ങുന്നതായ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരാം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ചിന്താ മണ്ഡലത്തിൽ പരിവർത്തനം സംഭവിക്കുകയും അതിൻ്റെ സ്വാധീനം എല്ലാ കാര്യങ്ങളിലും പ്രകടമാകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങൾക്കും ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി, അത്തരം ചില കാര്യങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്നുള്ളതാണ്. വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാം എന്നുള്ളതാണ്. ഈ സമയം ഒട്ടും ബന്ധമില്ലാത്തതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില അപ്രതീക്ഷിതമായ ചില വ്യക്തികളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമാകാം, സ്വാധീനം പ്രകടമാകാം. ആവർത്തിച്ച് തന്നെ ചില കാര്യങ്ങൾ, അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങളെ വിരിഞ്ഞ് മുറുകിയിരിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ ആ ചങ്ങലകൾ നിങ്ങളെ വിരിഞ്ഞിരിക്കുന്നതായ, മുറുകിയിരിക്കുന്നതായ ആ ചങ്ങലകളെ പൊട്ടിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളും നിങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ മോഹങ്ങൾ അത് പലതും ഗുണകരമായി ഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടിയും കൊതിച്ചിരുന്നു നിങ്ങൾ എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ ചിന്തകൾ
വിലയിരുത്തലുകൾ അത്തരം പല കാര്യങ്ങളും അർത്ഥശൂന്യമായി കണ്ടിരുന്നതായ വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു അടുപ്പം നഷ്ടപ്പെട്ടതായ സാഹചര്യം പോലും പലരോടുമുണ്ട്. പല വ്യക്തികളും നിങ്ങളെ വിട്ട് അകന്ന് പോയിരിക്കുന്നതായ ഒരു സാഹചര്യം പോലും ജീവിതവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാം എന്നുള്ളതാണ്. പല കാര്യങ്ങളും വേദനയോടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന സാഹചര്യം. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് അതിൽ വിഷമങ്ങൾ ഉണ്ടാകേണ്ടതായ സാഹചര്യമില്ല. പുതിയ ആത്മീയ ഊർജത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും നിങ്ങളെ പിന്നോട്ട് വലിച്ചിരുന്ന ചില കാര്യങ്ങളിൽ നിന്നും ഒരു മോചനവും സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ വഴി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മാറ്റുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ ഈ സമയം ഒരു വാക്ക് ആരും പറയാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും വികാരങ്ങളെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളിലും അത് ദൈനംദിന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലുമാകാം, അതിൽ പോലും കൃത്യമായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നു എന്നുള്ളതാണ്. അനാവശ്യമായ മാറ്റങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സംഭവിക്കുന്നുണ്ട്. അനാവശ്യമായ ബഹളങ്ങൾ പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും പല കാര്യങ്ങളോടും നിങ്ങൾക്ക് ഒരു താല്പര്യമില്ല എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങൾക്കുമായും സമയം കളയുവാൻ താല്പര്യമില്ലാത്ത ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ സമയം ആഗ്രഹിക്കുന്ന ആ മാറ്റങ്ങൾ കടന്നു വരാം എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. വളരെയധികം ശുദ്ധിയോടെ കാര്യങ്ങളെ സൂക്ഷിക്കേണ്ടതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഇതൊരു സാധാരണ പ്രവൃത്തിയായി തോന്നാം എങ്കിലും ആത്മീയ തലത്തിൽ നിങ്ങൾക്ക് ബുദ്ധിപരമായ അതിശക്തമായ ഊർജ ശുദ്ധീകരണത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. ഈ സമയം നിങ്ങളുടെ ഭാരങ്ങൾ എല്ലാം മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പുതിയ വ്യക്തത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ധർമ്മ സങ്കടത്തിലായിരുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കും. ഈ സമയം ഉള്ളു തുറന്ന് പല കാര്യങ്ങളെയും മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. മനസ്സിനെ കൃത്യമായി തന്നെ അളന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തടസ്സങ്ങളില്ലാത്ത ആഴത്തിലുള്ള ശാന്തമായ ഉറക്കത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായ കുറ്റബോധത്തെ പോലും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് നിശബ്ദമായ ഉണർവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അദൃശ്യവും ശക്തവുമായ ഒരു കാന്തിക മണ്ഡലം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഇതൊരു ആത്മീയപരമായ അവസ്ഥ തന്നെയാണ്. ആത്മീയപരമായ ഒരു മാറ്റമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളെയും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം അപാരമായ ഒരു ശക്തി അല്ലെങ്കിൽ നിങ്ങളിൽ കുടികൊള്ളുന്നതായ ആ ശക്തി
നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം തീർച്ചയായും പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലുകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഭയം നിറഞ്ഞ അല്ലെങ്കിൽ അത്തരം ചിന്തകളെ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അമൂല്യമായ സമ്മാനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ഉജ്ജ്വലമായ നിമിഷങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. ആത്മീയപരമായ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം പരമമായ കടമകൾ അത് കൃത്യതയോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും. പല കാര്യങ്ങളിലും ഒരു സത്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും. മുറിവേൽപ്പിച്ച വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ക്ഷമിക്കുവാനും ചില കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിക്ക് മുൻപിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒഴുക്കിയിട്ടുള്ളതായ ആ കണ്ണുനീരിനും വിയർപ്പിനുമുള്ള ഒരു ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന അന്ധകാരത്തിലേക്ക് വീണ്ടും ചില നിങ്ങളെ നയിക്കുവാൻ ശ്രമിച്ചാൽ പോലും അതിൽ മാറ്റങ്ങൾ സംഭവിക്കാം എന്നുള്ളത് വാസ്തവമാണ്. ഈ സമയം കർശനമായി തന്നെ പല വിട്ടുവീഴ്ചകളും ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. ആത്മീയപരമായ യാത്രയിൽ പെട്ടെന്ന് ഒരു തീരുമാനം നിങ്ങൾ എടുക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമായി തീരാം. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സമയം അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും കൃത്യമായ ഒരു മറുപടി തീരുമാനങ്ങൾ ഉണ്ടായി എന്ന് വരാം. ജീവിതത്തിൽ പുതിയൊരു അധ്യായം അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ആഴത്തിൽ വേര് ഉറപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പല കാര്യങ്ങളെയും വേഗത്തിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിരില്ലാത്തതായ ക്ഷമ ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമാണ്. വേദനകൾ സഹിച്ചിട്ടുണ്ട് എങ്കിലും അപമാനങ്ങൾ നേരിട്ടിട്ടുണ്ട് എങ്കിലും നിങ്ങളുടെ ദീർഘനാളായുള്ള ആ കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വിഷമകരമായ കാര്യങ്ങൾക്ക് ഒരു ഉത്തരം ലഭിക്കാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളെ തീർച്ചയായും പ്രപഞ്ചം ഉയർത്തുന്നതായ സാഹചര്യമുണ്ട്. പൂർണ്ണമായും പല കാര്യങ്ങളെയും അംഗീകരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ അനുഭവ സമ്പത്ത് നിങ്ങൾക്ക് ഗുണകരമായി തീരും. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിശബ്ദമായ ഒരു തുടക്കത്തിന് തുടക്കം കുറിക്കുകയാണ്. പുതിയൊരു അവസരങ്ങളിലേക്ക്, ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ആത്മാവിന് പൂർണ്ണമായ സംതൃപ്തി ലഭിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഈ സമയം അപാരമായ ഈശ്വര ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല സമ്മാനങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള അവസരങ്ങൾ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്. വളരെ നിശബ്ദമായി തന്നെ അല്ലെങ്കിൽ പല കാര്യങ്ങളും അതിഗാഠമായി ആരംഭിച്ചിരിക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് നീങ്ങൂ.